നമസ്കാരം. ഇറാൻ ഇസ്രായേൽ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണോ? യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്കപ്പുറം ഇപ്പോൾ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളിലേക്ക് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ വിളികൾ എത്തുകയാണ്. വെറുമൊരു വിളിയല്ല, കൃത്യമായ ഭീഷണിയും മുന്നറിയിപ്പും. ലോക പ്രശസ്തമായ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ സൈനിക, പോലീസ്, ഫീൽഡ് കമാൻഡർമാരെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ നേരിട്ട് ഫോണിൽ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൽ ഒരു സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ഒരു മൊസാദ് ഏജന്റ് ഇറാനിലെ ഒരു മുതിർന്ന പോലീസ് കമാൻഡറെ വിളിക്കുന്നു. ശുദ്ധമായ പേർഷ്യൻ ഭാഷയിലാണ് ഏജന്റ് സംസാരിക്കുന്നത്. ഏജന്റ് പറയുന്നത്, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ ഞങ്ങളുടെ ബ്ലാക്ക് ലിസ്റ്റിലുണ്ട്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും എല്ലാ വിവരങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട്. എന്നാൽ ഇറാൻ കമാൻഡറുടെ മറുപടി വളരെ ലളിതമായി. ശരി എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ഏജന്റ് നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ജനങ്ങൾക്കൊപ്പം നിൽക്കണം. ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ നേതാവിനുണ്ടായ അതേ ഗതി തന്നെയാവും നിങ്ങൾക്കും ഉണ്ടാവുക. പക്ഷേ ഏവരെയും ഞെട്ടിച്ചത് ആ കമാൻഡറുടെ മറുപടിയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സഹോദര, ഞാൻ സത്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ദയവായി വന്ന് ഞങ്ങളെ സഹായിക്കൂ. ഇവിടെയാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നിലവിലെ അവസ്ഥ വ്യക്തമാകുന്നത്. സ്വന്തം സൈനിക ഉദ്യോഗസ്ഥർ പോലും ഉള്ളാലെ ഭരണകൂടത്തോട് അസംതൃപ്തരാണ്. തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും ഏത് നിമിഷവും ഇസ്രായേൽ തങ്ങളെ ഇല്ലാതാക്കുമെന്നും അവർ ഭയപ്പെടുന്നു. ഈ മറുപടിയിലൂടെ വ്യക്തമാകുന്നത് ഇറാൻ സൈന്യത്തിനുള്ളിലെ മനോവീര്യം എത്രത്തോളം തകർന്നിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ അഥവാ മനഃശാസ്ത്രപരമായ യുദ്ധമാണ്. ഇറാനിൽ ഒരു ആഭ്യന്തര പ്രക്ഷോഭം ഉണ്ടായാൽ സൈന്യം ഭരണകൂടത്തെ പിന്തുണയ്ക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്താൽ ഇറാൻ ഭരണം അട്ടിമറിക്കപ്പെടാൻ എളുപ്പമാകും. മൊസാദ് ഇതിലൂടെ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്: ഞങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വരെ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും ഞങ്ങൾ നിരീക്ഷിക്കുന്നു. ഇത് ഉദ്യോഗസ്ഥർക്കിടയിൽ പരസ്പര വിശ്വാസം ഇല്ലാതാക്കാനും ഭരണകൂടത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കാനും കാരണമാകും. മിസൈലുകളേക്കാൾ വേഗത്തിൽ ഇസ്രായേലിന്റെ ഫോൺ കോളുകൾ ഇറാനെ വിറപ്പിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. മൊസാദ് എന്ന ചാരസംഘടനയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.